രാക്ഷസ പ്രണയം 31. കരഞ്ഞു തളർന്ന് പാതിബോധത്തിൽ കിടക്കുന്ന ആദ്രയുടെ മുഖത്ത് തന്നെയാണ് അവന്റെ കണ്ണ്. ഒരിക്കൽ പോലും എനിക്കവനെ ജയിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലായിടത്തും അവൻ തന്നെയാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ബിസിനസ്സിൽ, ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്നതിൽ അവന് കിട്ടിയതെല്ലാം ഏറ്റവും നല്ലതായിരുന്നു. എല്ലായിടത്തും എന്നെ അവൻ തോൽപ്പിച്ചു. പക്ഷെ ഇന്ന് ഈ നിമിഷം ഞാനാണ് ജയിച്ചു നിൽക്കുന്നത്. ഇനി അവന്റെ ബിസിനസ് സാമ്രാജ്യവും അതിനു മുകളിൽ അവന്റെ പെണ്ണും എനിക്ക് സ്വന്തം. ധ്യാനിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഉന്മാദം നിറഞ്ഞു. ആതിരയുടെ കാര്യത്തിൽ ഇനി എത്രനാൾ കാത്തിരിക്കണം, അതിൽ മാത്രമേ അവന് സംശയമുള്ളൂ. അവൾക്ക് എന്നെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ സമ്മതത്തോടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ കഴിയില്ല. എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ച് തന്നെ വേണം അവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ. അതും എനിക്കറിയാം. അച്ഛനമ്മമാർ തന്നെ അവളുടെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കും. അവരുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാതെ അവൾ എന്റെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ അവളെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ മാത്രമാക്കി ഒതുക്കി നിർത്താൻ എനിക്ക് പറ്റും. അവൻ മനസ്സിൽ ഉറക്കെ ചിരിച്ചു. മനീഷും അവന്റെ ആൾക്കാരും സംഭവസ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ എന്തായി എന്നറിയാനായി ധ്യാൻ മനീഷിനെ വിളിച്ചു. ഹലോ മനീഷ്, അവിടെ എന്തായി കാര്യങ്ങൾ? അവന്റെയും ആ റാമിന്റെയും ബോഡി കിട്ടിയോ? സാർ, ഒരു ചെറിയ സാഡ് ന്യൂസ് ഉണ്ട്. ആ റാം, അവൻ നമ്മൾ കരുതിയതിലും മിടുക്കനാണ്. എഞ്ചിന് അത്രയേറെ തകരാറ് പയറ്റിട്ട് പോലും ഹി ട്രൈഡ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് എ സേഫ് ലാൻഡിംഗ്. പിന്നെ കാട്ടിലായതുകൊണ്ട് അങ്ങനെയൊരു സ്ഥലം പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് അവൻ ഇടിച്ചിറക്കുക തന്നെയാണ് ചെയ്തത്. വലിയൊരു അപകടം തന്നെയാണ്. പക്ഷേ ബോത്ത് ഓഫ് ദം ആർ അലൈവ്, ബട്ട് ഇൻ എ വെരി ക്രിട്ടിക്കൽ സ്റ്റേജ്. മനീഷ് പറയുന്നത് കേട്ട് ധ്യാനിന്റെ മുഖം ആകെ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവരിപ്പോൾ എവിടെയാ ഉള്ളത്? കൃത്യമായ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. ധ്യാൻ ഫോണിലൂടെ മുരണ്ടു. ഓക്കെ സാർ, മനീഷ് മറുപടി നൽകി. ധ്യാനിന് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ജയിച്ചു എന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും എല്ലാം അനിശ്ചിതത്തിൽ ആയിരിക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ ആതിരയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അവന്റെ മുറിയിലേക്ക് പോയി. കുറേ നേരം വിറളി പിടിച്ച് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അല്പസമയം കഴിഞ്ഞ് അവന് മനീഷിന്റെ ഫോൺ വന്നു. ഹലോ സാർ, ആശുപത്രി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. റാമിന് നട്ടലിനാണ് പരിക്ക്. 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 2 വർഷമെങ്കിലും വേണ്ടിവരും അയാൾക്കൊന്ന് നേരെ നിൽക്കാൻ. പിന്നെ വിജയ് സാറിന്റെ കാര്യം, തലയ്ക്കാണ് പരിക്ക്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പ്രയാസമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇനി അഥവാ വന്നാൽ തന്നെയും ശരീരത്തിന് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു മാംസപിണ്ഡം പോലെ കിടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മനീഷിന്റെ വാക്കുകൾ ധ്യാനിന്റെ മനസ്സിലേക്ക് കുളിർമഴ പോലെ വീണു. ഓക്കെ ബൈ. അവൻ ഫോൺ വെച്ചു. വിജയ് ചത്തിട്ടില്ല. ഒരു കണക്കിന് അതും നന്നായി. അവനോടുള്ള പ്രതികാരം അതെനിക്ക് ചെയ്യണം. അവനങ്ങ് ചത്തിരുന്നു എങ്കിൽ എന്റെ നേട്ടങ്ങൾ അവൻ കാണില്ലായിരുന്നല്ലോ. ഇനി ഒരു മാംസപിണ്ഡം പോലെ കിടന്ന് അവന്റെ ബിസിനസ്സും അവന്റെ പെണ്ണും എന്റെ സ്വന്തമാകുന്നത് അവൻ കാണണം. ധ്യാൻ ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നു കണ്ടിരുന്നു. പുറത്ത് ബഹളം കേൾക്കുന്നത് കേട്ടുകൊണ്ടാണ് അവൻ തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അച്ഛാ, ഞാനും വരുന്നു. എനിക്ക് കാണണം. എന്റെ ഏട്ടനെ എനിക്ക് കാണണം. മഹിയുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് കരയുകയാണ് ആതിര. അത് കണ്ടതും ധ്യാനിന് വല്ലാതെ ദേഷ്യം വന്നു. അപകടം അറിഞ്ഞ് അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങിയതാണ് മഹിയും പ്രതാപനും. പക്ഷെ ആതിര കരയുകയാണ് അവർക്കൊപ്പം പോകാനായിട്ട്. മോളെ, ഇപ്പൊ ഞങ്ങൾ പോട്ടെ. കുഞ്ഞിനെ കൊണ്ടുപോകാം. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇവിടെ വന്ന് മോളെയും അമ്മയെയും കൊണ്ടുപോകാം. മഹേന്ദ്രൻ ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിച്ചു. വിജയുടെയും റാമിന്റെയും സ്ഥിതി മോശമാണെന്നറിയാം. അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നും അവർക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കുഞ്ഞു പെണ്ണിനെ കൊണ്ടുപോകണമോ എന്നതാണ് അവരുടെ ചിന്ത. എന്നാൽ അവൾ അവർക്കൊപ്പം ചെല്ലാനായി അങ്ങേയറ്റം വാശിയെടുത്ത് കരഞ്ഞു. അച്ഛാ, അവളെയും കൂടി നമുക്ക് കൊണ്ടുപോകാം. അവൾ എങ്ങനെ സമാധാനത്തോടെ ഇവിടെ നിൽക്കും? മനസ്സിൽ ഒരുപാട് കണക്ക് കൂട്ടലുകളുമായി ധ്യാൻ പറഞ്ഞു. അവനെ അവൾ കാണണം. അവന്റെ അവസ്ഥ കണ്ട് ഇവൾ വേദനിക്കണം. ഇനി തന്നെ രക്ഷിക്കാൻ ഒരിക്കലും അവന് കഴിയില്ല എന്ന് മനസ്സിലാക്കണം. അവന്റെ ആയുസ്, അവന്റെ ജീവൻ, അത് പറഞ്ഞു വേണം ഇവളെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ. അവന്റെ രാക്ഷസ ബുദ്ധി, ചെകുത്താന്റെ ചിന്തകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആശുപത്രിയിൽ ചെന്ന് തന്റെ മകന്റെയും റാമിന്റെയും അവസ്ഥ കണ്ട് മഹേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു. റാമിന്റെ അച്ഛനും ആ കാഴ്ച അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ റാമിന്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശരീരത്തിലെ എല്ലുകൾ ഒട്ടുമിക്കതും തവിട് പൊടിയായിട്ടുണ്ടെങ്കിലും നല്ല ചികിത്സ കൊണ്ട് 1-2 വർഷത്തിനുള്ളിൽ അവന് കുറെയൊക്കെ പഴയതുപോലെ ആകാൻ പറ്റും. പക്ഷേ വിജയുടെ കാര്യത്തിൽ ഡോക്ടേഴ്സ് കൃത്യമായ മറുപടി ഒന്നും പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ അവന്റെ ശരീരം പൂർണ്ണമായും തളർന്നിരിക്കുകയാണ്. ഓർമ്മയെയും ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചലനശേഷി അവന് കിട്ടുമായിരിക്കാം. പക്ഷെ അതെപ്പോൾ, എത്രനാൾ കഴിഞ്ഞ് എന്നുള്ളതിന് കൃത്യമായ മറുപടി ഡോക്ടേഴ്സിന് ഇപ്പോഴും പറയാനായിട്ടില്ല. എങ്കിലും മഹേന്ദ്രൻ സന്തോഷിച്ചു. തന്റെ കുഞ്ഞിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. ആ അച്ഛന് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു അയാളുടെ മകൻ. ആശുപത്രി വരാന്തയിൽ ICUവിന്റെ ഉള്ളിൽ കിടക്കുന്ന തന്റെ രാക്ഷസിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തന്റെ മേൽ വീണുകൊണ്ടിരിക്കുന്ന ധ്യാൻ എന്ന കഴുകന്റെ നോട്ടം ഒന്നും തന്നെ ആ പാവം പെണ്ണ് അറിഞ്ഞില്ല. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ അവളോട് കാര്യങ്ങൾ സംസാരിക്കണം. അവളുടെ രാക്ഷസിനെ ഈ അവസ്ഥയിലാക്കിയത് ഞാൻ തന്നെയാണെന്ന് പറയണം.
അവൾക്കിനി ഒരു രക്ഷകൻ ഇല്ല എന്ന് ഓർമ്മിപ്പിക്കണം. അവനെ മാത്രമല്ല, അവന്റെ മഹിയച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും ഇതുപോലെ കിടത്താൻ മടിയില്ല എന്നുകൂടി അവളെ അറിയിക്കണം. അങ്ങനെ താൻ ചെയ്യേണ്ട എങ്കിൽ പകരം ആതിര എന്ന രാക്ഷസിന്റെ കുഞ്ഞിപ്പെണ്ണ് എല്ലാ അർത്ഥത്തിലും ഈ ധ്യാനിന് സ്വന്തമാകണം. അങ്ങനെയല്ല എങ്കിൽ വെറും ഒരു ജീവശവം പോലെ കിടക്കുന്ന ശരീരത്തിലെ ചെറിയ ജീവനും താൻ എടുത്തിരിക്കും എന്നവളെ ഓർമ്മിപ്പിക്കണം. അവൻ മനസ്സിൽ കണക്കുകൂട്ടി. ആതിര ഐസിയുവിന്റെ മുന്നിലിരുന്ന് ഇപ്പോഴും തന്റെ ജീവന്റെ പാതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ചുറ്റുമുള്ളത് ഒന്നും അറിയുന്നില്ല. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മഹേന്ദ്രൻ അവളെ ഒറ്റയ്ക്കാക്കാതെ അവൾക്കൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ധ്യാനിന് അവളോട് തന്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അന്നേ ദിവസം വൈകിട്ടോടെ ശ്രീദേവിയും പാർവതിയും ആശുപത്രിയിലെത്തി. ഗൗരി അവർക്കൊപ്പം വന്നില്ല. മുത്തശ്ശി തനിച്ചല്ലേ, അതുകൊണ്ട്. അമ്മ, അമ്മ, എനിക്ക് എൻ്റെ ഏട്ടനെ വേണം, എനിക്ക് വേണം. ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. അവൾ ശ്രീദേവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. മോളെ, നിന്റെ പ്രാർത്ഥന, അതിന് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയൂ. തിരുമേനി പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? നീ അവനൊപ്പം ഉണ്ടെങ്കിൽ എല്ലാ ആപത്തുകളിൽ നിന്നും മരണത്തിൽ നിന്ന് പോലും അവൻ തിരിച്ചു വരും. തന്റെ ഉള്ളിലെ വേദനയെ അടക്കി പിടിച്ചുകൊണ്ട് ശ്രീദേവി ആ കുഞ്ഞു പെണ്ണിനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അവന്റെ കണ്ണുകളിൽ മാത്രം ദേഷ്യം നിറഞ്ഞു. ആതിരയെ അവനിക്ക് ഒട്ട കിട്ടിയതേയില്ല. അമ്മമാർ അവൾക്കൊപ്പം തന്നെ ഇരുന്ന് ആശ്വസിപ്പിക്കുകയാണ്. ആശുപത്രി റൂമിലാണ് എല്ലാവരും. വിജയ് ഇപ്പോഴും ഐസിയുവിൽ തന്നെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റാമിനെ റൂമിലേക്ക് മാറ്റി. ആതിരയെ കണ്ടപ്പോൾ റാമിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എന്റെ സാറിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മോളെ. അവൻ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ശ്രീദേവി അവന്റെ മുടിയിഴകളെ തഴുകിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. നിന്റെ മിടുക്ക് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ ജീവനോടെ തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതെ നീ അവനെ രക്ഷിച്ചില്ലേ? പിന്നെ എന്റെ മകൻ, അവൻ നിങ്ങളൊക്കെ പറയുന്നത് പോലെ രാക്ഷസനാണ്. ഏത് വലിയ അപകടത്തിൽ നിന്നും തളർച്ചയിൽ നിന്നും അവൻ തിരിച്ചു വരും, ആത്മവിശ്വാസത്തോടെ ശ്രീദേവി പറഞ്ഞു. എന്നാൽ ശ്രീദേവിയുടെ ആത്മവിശ്വാസം ധ്യാനിന്റെ മനസ്സിൽ ഒരു കരടായി. ഒരിക്കലും അവനിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ആ നിമിഷം അവന്റെ ശരീരത്തിലുള്ള ആ ചെറിയ ജീവനും കൂടി ഞാൻ അവസാനിപ്പിക്കും, ധ്യാൻ മനസ്സിലോർത്തു. 1-2 ആഴ്ചകൾക്കകം വിജയിനെയും റൂമിലേക്ക് മാറ്റി. ചലനശേഷി ഏതാണ്ട് പൂർണ്ണമായും അവന് നഷ്ടപ്പെട്ടിരുന്നു. മുറിയിൽ നിൽക്കുന്ന ധ്യാനിനെ കണ്ടപ്പോൾ വിജയുടെ മുഖഭാവം മാറുന്നതും അവന്റെ കൈവിരലുകളും കാൽവിരലുകളും ചെറുതായി ചലിക്കുന്നതും ധ്യാനിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിരലുകൾ ചെറുതായി അനക്കുന്നു എന്നല്ലാതെ മറ്റൊരു ചലനവും അവനിലില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ എല്ലാവരെയും അവൻ അറിയുന്നുണ്ട്. ഒരു നിമിഷം പോലും മാറാതെ ആതിര അവന്റെ അരികിൽ തന്നെയുണ്ട്. അവളുടെ വിരലുകൾ അവന്റെ മുടിയിഴകളെ തഴുകിക്കൊണ്ടേയിരുന്നു. തനിക്ക് ചുറ്റിലും നിൽക്കുന്ന ആളുകളെ എല്ലാം മറന്നുകൊണ്ട് ഇടയ്ക്കിടെ അവൾ അവന്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവന്റെ കൈകളിലും വിരലുകളിലും എല്ലാം അവളുടെ ചുണ്ടുകൾ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു കാഴ്ച ധ്യാനിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എല്ലാം മറന്ന് വിജയെ ചുംബിക്കുന്ന ആതിര, ഒരു നിമിഷം പോലും അവന്റെ അരികിൽ നിന്ന് മാറാതെ അവനെ ശുശ്രൂഷിക്കുന്ന ആതിര. ഇപ്പോൾ അവൾ വളരെ പക്വതയുള്ള ഒരു സ്ത്രീയെ പോലെയാണ് പെരുമാറുന്നത്. അവൾക്ക് വിജയ് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവനോടുള്ള അവളുടെ കരുതലിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി. അവനു വേണ്ടി ഓരോ നിമിഷവും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന്റെ അരികിൽ നിന്ന് മാറാതെ. അവനും അവളുടെ സാമീപ്യം ഒരുപാട് ആശ്വാസം നൽകി. പക്ഷെ ധ്യാനിനെ കാണുമ്പോൾ എല്ലാം അവന്റെ ഉള്ളിൽ പകയും വെറുപ്പും നിറഞ്ഞു, ഒപ്പം ഭയവും. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ ഇവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് തടയാൻ എനിക്കാവില്ലല്ലോ എന്ന ഭയം. ആശുപത്രിയിൽ വെച്ച് എന്തായാലും ആതിരയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് ധ്യാനിന് ഉറപ്പായി. അവൻ അതിനുള്ള അവസരത്തിനായി കാത്തിരുന്നു. ഏതാണ്ട് 2 മാസത്തെ ആശുപത്രി വാസത്തിനു ശേഷം വിജയെ അവർ തിരികെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു. റാമിനെയും. ആതിര വിജയ്ക്കൊപ്പം തന്നെയാണ്. ഡോക്ടർ പറയുന്നതെല്ലാം കൃത്യമായി അവൾ ചെയ്യുന്നുണ്ട്. ഒപ്പം അവനു വേണ്ടി എല്ലാ വ്രതങ്ങളും അവൾ നോറ്റുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. അന്നത്തെ അപകടത്തെക്കുറിച്ച് അവനോട് എല്ലാവരും ചോദിച്ചുവെങ്കിലും അവൻ തന്റെ സംശയങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല. വിജയ് സംസാരിച്ചു തുടങ്ങിയത് ആതിരയ്ക്ക് വലിയ ആശ്വാസമായി. ഇപ്പോൾ അവൾ ഏതു നേരവും അവന്റെ അടുത്തിരുന്ന് അവനോട് ഓരോരോ കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ മുടിയിഴകളെ തഴുകിക്കൊണ്ടേയിരിക്കും. നിനക്ക് അന്നത്തെ ആ രാത്രി ഓർമ്മയുണ്ടോ? നിന്നെ ഞാൻ ഒരുപാട് കരയിച്ചിരുന്നു, ഒരുപാട് പേടിപ്പിച്ചിരുന്നു. നിന്റെ ഇഷ്ടമില്ലാതെ കഴുത്തിൽ ബലമായി താലി ചാർത്തി. നിന്നോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സങ്കടമാണ്. അന്നാ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷെ അതിനുശേഷം എന്നെ ഒപ്പം ചേർത്ത് സ്നേഹം കൊണ്ട് എന്നെ മൂടിയില്ലേ? ഒരച്ഛൻ്റെയും സഹോദരൻ്റെയും സുഹൃത്തിൻ്റെയും കാമുകൻ്റെയും ഭർത്താവിൻ്റെയും എല്ലാം സ്നേഹം എനിക്ക് തന്നില്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോൾ എൻ്റെ ഈ രാക്ഷസനില്ലാതെ
ശ്വാസമെടുക്കാൻ പോലും പറ്റില്ല. ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും വന്നേനെ ഒപ്പം. പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കില്ല. അത്രയ്ക്കും എനിക്കിഷ്ടമാണ് എൻ്റെ ഈ രാക്ഷസനെ. പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുംബനങ്ങളാൽ മൂടി. അവൻ്റെ നെറ്റിത്തടങ്ങളിലും കണ്ണുകളിലും കവിളുകളിലും ചുണ്ടുകളിലും അവളുടെ ചുടികൾ പതിഞ്ഞു. അതെ, എനിക്ക് തരുന്ന ഈ ചുംബനങ്ങൾക്കെല്ലാം കണക്കുണ്ട് കേട്ടോ. പലിശ സഹിതം ഞാൻ തിരിച്ചു തരും. ഒന്ന് എഴുന്നേറ്റോട്ടെ. അവനും അത്രയും വയ്യായ്മയ്ക്കിടയിൽ നിന്നുപോലും അവളുടെ ഹൃദയം നിറഞ്ഞ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ പറഞ്ഞുപോയി. വേണം, എനിക്ക് ഞാൻ തരുന്നതെല്ലാം തിരിച്ചു വേണം, ഇരട്ടിയായി. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, കാത്തിരിക്കുന്നത്. അവന്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ ഈ കാഴ്ചകൾ എല്ലാം കണ്ട് പുറത്തു നിന്നവന്റെ കണ്ണുകൾ കുറുകി, മുഖമാകെ ദേഷ്യം കൊണ്ട് ചുമന്നു. തുടരും.